നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ലളിതമായ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് 3-ാമത്തെ ശ്ലോകമാണ്. അതിൽ ദുര്യോധനൻ തന്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യയുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നതായിട്ടാണ് നാം കണ്ടത്. അതായത് ധ്രുവത്തിന്റെ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരെ കൊല്ലുവാനായിട്ട് ജനിച്ചതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ദൃഷ്ടദ്യുമ്നനെ സ്വീകരിക്കുകയും എല്ലാ ആയുധ കലകളും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദുര്യോധനൻ. അതുകൂടാതെ പാണ്ഡവരോടുള്ള ആ ഒരു മമത ഓർത്തിട്ട് യുദ്ധത്തിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ലെന്നും ദുര്യോധനൻ തന്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരോട് പറയുന്നുണ്ട്. ഇനി ഇന്നത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്ലോകത്തിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. അത്ര ശൂര മഹേശ്വാസ്വ ഭീമാർജുന സമായുധി യുധാനോ വിരാടച്ഛ ദ്രുപദച്ഛ മഹാരഥ. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ശ്ലോകം. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടച്ഛ ദ്രുപദച്ഛ മഹാരഥ. വിവർത്തനം ഒന്ന് നോക്കാം. ഭീമാർജന്മാരോട് കിടനിൽക്കുന്ന യുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഈ ഒരു ശ്ലോകത്തിലൂടെ ദുര്യോധനന് പാണ്ഡവപക്ഷത്തുള്ള മഹാരഥികളായിട്ടുള്ള വില്ലാളി വീരന്മാരായ സൈനികരെ പറ്റിയാണ് പറയുന്നത്. ദ്രോണരുടെ ആ ഒരു ആയോധന പാഠവും ഓർക്കുമ്പോൾ ദൃഷ്ടദ്യുമ്നനെ അത്ര വലിയ ശക്തിമാനായിട്ട് ദുര്യോധനൻ കണക്കാക്കുന്നില്ല. എന്നാൽ ഇവിടെ പാണ്ഡവരുടെ സൈന്യത്തിൽ പ്രത്യേകിച്ച് പഞ്ചപാണ്ഡവരിൽ കേമന്മാരായിട്ടുള്ള ഭീമനെ പറ്റിയും അർജുനനെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. കൂടാതെ ദുര്യോധനൻ വളരെ ബുദ്ധിമാനാണ്. ദ്രുപദനെ പറ്റിയും ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ദ്രോണാചാര്യർക്ക് ദ്രുപദനോടുള്ള ആ ദേഷ്യത്തെ വീണ്ടും ഉണർത്തുവാനായിട്ടാണ് ദ്രുപദന്റെ കാര്യവും ഇവിടെ പറയുന്നത്. എന്നാൽ കൂടുതൽ ഒരു വളരെയധികം ഭയത്തോടുകൂടി ഭീമാർജുനന്മാരെ പറ്റിയാണ് ദുര്യോധനന് ഇവിടെ ആദ്യം പ്രതിപാദിക്കുന്നത്. അർജുനൻ വളരെ ശക്തിമാനായിട്ടുള്ള ഒരു എതിരാളിയാണ്. എങ്കിൽ അത് മാത്രമല്ല, ദ്രോണാചാര്യരുടെ ശിഷ്യത്വത്തില് പഠിച്ചത് എന്ന് മാത്രമല്ല, സ്വർഗലോകത്ത് പോയിട്ട് അവിടെ പരമശിവനുമായിട്ട് യുദ്ധം ചെയ്യുകയും അവസാനം അദ്ദേഹത്തെ സംപ്രീതനാക്കി പാശുപതാസ്ത്രം പോലെയുള്ള പല അസ്ത്രങ്ങളും ആയുധങ്ങളും അർജുനൻ കരസ്ഥമാക്കുന്നുണ്ട്. അതുകൂടാതെ അർജുനൻ ജനിക്കുമ്പോൾ അശരീരി ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പുത്രന് ഒരിക്കലും യുദ്ധത്തിൽ ഒരു തോൽവിയും ഉണ്ടാകുന്നില്ല എന്ന് കുന്തിദേവി കേൾക്കുന്നുണ്ട്. വീണ്ടും ദുര്യോധനന്റെ ഒരു ഭയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭീമനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഭീമന്റെ കാര്യവും ഇതുപോലെയാണ്. ഭീമൻ ജനിക്കുമ്പോൾ ഇതുപോലെ ഒരു അശരീരി ഉണ്ടാകുന്നുണ്ട്. 2000 ആനകൾക്ക് തുല്യമായിട്ടുള്ള ഒരു ബലത്തോടു കൂടിയുള്ള പുത്രനാണ് ഈ ഒരു പുത്രൻ എന്ന് കുന്തിദേവി അശരീരിയോടെ കേൾക്കുന്നുണ്ട്. ദുര്യോധനൻ കൂടുതൽ ഭയപ്പെട്ടത് ഭീമന്റെ യുദ്ധത്തിലുള്ള പ്രാവീണ്യത്തിലും ഉജ്ജ്വല സ്വഭാവത്തിലുമാണ്. ഭീമന് കൗരവരോട് വളരെയധികം മുന്നേ തന്നെ ദേഷ്യം ഉണ്ടായിരുന്നു. കൗരവരെ എല്ലാവരെയും, അതായത് ധൃതരാഷ്ട്രരെ 100 പുത്രന്മാരെയും കൊന്നൊടുക്കുമെന്നായിരുന്നു ഭീമൻ ആദ്യം എടുത്ത ശബ്ദം. 3 ശബ്ദങ്ങൾ എടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ശബ്ദം ഈ കൗരന്മാരെ കൊന്നൊടുക്കും എന്നുള്ളതായിരുന്നു. അർജുനൻ അടങ്ങുന്ന മറ്റു പാണ്ഡവന്മാർക്കെല്ലാം പല അവസരങ്ങളും ഈ ദുര്യോധനാദികളെ കൊല്ലുവാനായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും ഭീമന്റെ ആ ശബ്ദം ഓർത്ത് അത് ഭീമനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഭീമന്റെ കോപം യുദ്ധത്തിൽ ആളിക്കത്തി. ഭീമൻ മേലോട്ടും താഴോട്ടും ചാടി വളരെയധികം വലിയ ശബ്ദത്തോടു കൂടി അലറി വിളിച്ച് ഈ കൗരവരെ അതായത് ധൃതരാഷ്ട്രരെ പുത്രന്മാരെ കൊന്നൊടുക്കി അവരുടെ ചോര കുടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ദുര്യോധനാദികളെല്ലാം ചേർന്ന് അതിശക്തനാണ് ഭീമൻ എന്നറിഞ്ഞപ്പോൾ വളരെ ചെറിയ പ്രായത്തില് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലുവാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട്. വിഷം കൊടുത്തതിന് ശേഷം ഭീമനെ ഗംഗാനദിയിൽ തള്ളിയിടുന്നുണ്ട്. എന്നാൽ ഗംഗാനദിയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ഭീമൻ അവസാനം എത്തിച്ചേരുന്നത് നാഗലോകത്താണ്. അവിടെ സർപ്പങ്ങളെല്ലാം ചേർന്നിട്ട് ഭീമനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ദംശനമേറ്റ ഭീമന്റെ ശരീരത്തിൽ നിന്നുള്ള ആ വിഷം വിട്ടുപോവുകയും ഭീമൻ വീണ്ടും
വളരെയധികം ശക്തി ലഭിച്ചിട്ട് ഈ നാഗങ്ങളെ തിരിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം വാസുകിക്ക്, അതായത് അവിടുത്തെ നാഗരാജാവായിട്ടുള്ള വാസുകിക്ക് ഭീമൻ കുന്തിയുടെ പുത്രനാണെന്ന് മനസ്സിലാക്കുകയും ഭീമന് ഒരു പ്രത്യേക പാനീയം 8 പാത്രം നിറയെ കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചതിന് ശേഷം ഭീമന് വീണ്ടും 8000 ആനകളുടെ ശക്തിയാണ് ലഭിച്ചത്. അതായത് നേരത്തെ ജനിച്ചപ്പോൾ തന്നെ 2000 ആനകളുടെ ശക്തിയാണ് ഭീമൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 8000 കൂടെ ചേർന്ന് 10000 ആനകളുടെ ശക്തിയോടുകൂടി ഭീമൻ തിരിച്ച് എത്തുന്നുണ്ട്. ഇതും അറിയാവുന്ന ദുര്യോധനന് ഭീമനോട് വളരെയധികം ഒരു ഭയം നേരത്തെ തന്നെ ദുര്യോധനുണ്ട്. അത് മാത്രമല്ല, ആദ്യത്തെ ശബ്ദം കൗരവരെ എല്ലാവരെയും 100 പുത്രന്മാരെ കൊന്നൊടുക്കുന്നതായിരുന്നു. രണ്ടാമത്തെ ശബ്ദം എടുത്തത് ദുര്യോധൻ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് തന്റെ വസ്ത്രം മാറ്റിയിട്ട് ആ മടിയിൽ വന്ന് ദ്രൗപദിയോട് വന്നിരിക്കാനും ദ്രൗപദി തനിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരാളാണെന്നും എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആക്ഷേപിക്കുന്നുണ്ട്. അത് കേട്ട ഭീമൻ വളരെയധികം കോപാകുലനായിട്ട് ദുര്യോധനെ കൊല്ലുമെന്ന് ശപഥം എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ശപഥം ദുശാസനൻ, അതായത് ദുശാസനന്റെ നെഞ്ചു പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് ആ രക്തം കുടിക്കുമെന്നും ഭീമൻ ശപഥം ചെയ്യുന്നു. അതായത് ഈ ദുശാസനന് ദ്രൗപദിയുടെ വളരെയധികം വിശുദ്ധമായ ആ മുടിയെ സ്പർശിക്കുകയും അത് വലിച്ച് ഊരിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഭീമൻ പറയുന്നുണ്ട്, ദുശാസനെ കൊന്നിട്ട് ആ രക്തം, ദ്രൗപദി ഒരു ശപഥം എടുക്കുന്നുണ്ട്, ദുശാസനന്റെ രക്തം പുരട്ടിയതിനു ശേഷം മാത്രമേ താൻ തിരിച്ച് മുടി കെട്ടിവെക്കുകയുള്ളൂ എന്ന്. ദ്രൗപദിയുടെ ശപഥം അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ദുശാസനയെ കൊല്ലുന്നുണ്ട് ഭീമസേനൻ. കൊന്നിട്ട് ആ രക്തം കൊണ്ട് ദ്രൗപദിക്ക് കൊടുത്ത് ദ്രൗപദി തിരിച്ച് മുടി കെട്ടുന്നുമുണ്ട്. അങ്ങനെ ഭീമസേനന്റെ അതീവ ശക്തിമാനാണ് ഭീമസേനൻ. ഇതുകൊണ്ട് ദുര്യോധനൊരു വല്ലാത്തൊരു ഭയം ഈ സൈനിക വ്യൂഹത്തെയൊക്കെ കാണുമ്പോഴും ഭീമാർജുനെ കാണുമ്പോഴും വലിയ ഒരു ഭയം ദുര്യോധനന്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ ഭീമാർജുന്റെ കൂടെ മറ്റ് മഹാരഥികളായിട്ടുള്ള യൂധാനെ പറ്റിയും വിരാടനെ പറ്റിയും പ്രതിപാദിക്കുന്നത്. ദുര്യോധനന്റെ യഥാർത്ഥ പേര് സുയോധൻ എന്നായിരുന്നു. എന്നാൽ അയാളുടെ പ്രവൃത്തി മൂലമാണ് ദുര്യോധൻ എന്ന പേര് ലഭിക്കുന്നത്. ഇവിടെ ഭീമനോട് തോന്നിയ ഭയം ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരനോടാണ് തോന്നിയിരുന്നെങ്കിൽ, ആ ധർമ്മത്തോടൊരു ഭയം തോന്നിയിരുന്നെങ്കിൽ ദുര്യോധനന് പരാജയം ഒരിക്കലും ഉണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ ഈ ധർമ്മത്തിൽ നിന്നും അധർമ്മിയായിട്ടാണ് ദുര്യോധനെ നമുക്ക് ഈ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിലും ഈ മുഴുവൻ ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദുര്യോധനൻ തന്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യോട് പറയുകയാണ്, പാണ്ഡവരോടുള്ള ആ മമതയെല്ലാം മാറ്റി നിർത്തിയിട്ട് യാതൊരു ദാക്ഷിണ്യത്തിന്റെയും ആവശ്യമില്ല, അവരെ യുദ്ധത്തിൽ കൊന്നെടുക്കണം എന്ന് പറയുന്നു. അതുകൂടാതെ ഇനിയുള്ള ശ്ലോകങ്ങളിലെല്ലാം പാണ്ഡവ പക്ഷത്തുള്ള മഹാരഥിമാരെ പറ്റി ദുര്യോധനൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്.